ആലപ്പുഴയിൽ നിന്ന് നടക്കുന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. ഇരട്ട കൊലപാതകം സംഭവിച്ചു. ആലപ്പുഴയിൽ മദ്യപാനിയായ മകൻ മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തി അതിനുശേഷം ഓടി രക്ഷപ്പെട്ടു. തങ്കരാജ്, അഗ്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മകൻ ബാബു കൃത്യത്തിന് ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു. മകൻ ബാബു പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. മകൻ മദ്യലഹരിയിൽ മാതാപിതാക്കളെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു അല്ലേ? ദേവി, അങ്ങനെ തന്നെയാണ്. ഇന്ന് വൈകിട്ട് രാത്രി 9:15 ഇത്തരമൊരു ദാരുണ സംഭവം നടക്കുന്നത്. ഇത് ആലപ്പുഴ പൂന്തോപ്പ് വാർഡിലാണ്, അതായത് പോപ്പി പാലത്തിന് സമീപത്താണ് ഇത്തരമൊരു ദാരുണ സംഭവം നടക്കുന്നത്. ഇവിടെ മദ്യപിച്ചെത്തിയ മകൻ മാതാപിതാക്കളെ വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് മകൻ ബാബു നിരന്തരം മദ്യപിച്ച് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ 9:15 വീട്ടിലേക്ക് എത്തിയ ഇദ്ദേഹം മാതാപിതാക്കളോട് തർക്കുകയും തൊട്ടു പിന്നാലെ ആക്രമിക്കുകയായിരുന്നു. ആ ആക്രമത്തിലാണ് ഗബ്രിയൽ, 70 വയസ്സുണ്ട് പിതാവിന്, അതിനോടൊപ്പം തന്നെ അഗ്നസ് എന്ന മാതാവും, അത് 65 വയസ്സുള്ളവരാണ്. ഇവർ രണ്ടുപേരുമാണ് കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ബാബു ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അതിനെ പിന്തുടർന്നപ്പോൾ ഈ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച പോലീസിന് ബാബുവിനെ വലിയ താമസമില്ലാതെ തന്നെ പിടിക്കാൻ സാധിച്ചു. ബാബു മദ്യലഹരിയിൽ തന്നെ ആയിരുന്നു എന്നതാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെ ആയാലും ദാരുണ സംഭവമാണ്. ഈ സംഭവ സ്ഥലത്ത് തന്നെ, അക്രമം നടന്ന സ്ഥലത്ത് തന്നെ ഈ രണ്ടുപേരും, ഗബ്രിയലും അഗ്നസും, കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനും മറ്റ് പോലീസ് നടപടികൾക്കുമായി ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തു തന്നെ ആയാലും ലഹരിക്ക് അടിമപ്പെട്ട ഒരു മകന്റെ ക്രൂരതയ്ക്ക് മാതാപിതാക്കൾ ഇരയായി എന്നതാണ് ഏറ്റവും ദാരുണമായി നമുക്കിപ്പോൾ ആലപ്പുഴയിൽ നിന്നും പറയാൻ കഴിയുന്നത്. സുധീഷ്, മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായി പോലീസ് അറിയിക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ സുധീഷ്? സ്വാഭാവികമായും സ്ഥിരം മദ്യപാനിയായ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള അടിപിടി കേസുകൾ, ഇല്ലെങ്കിൽ അത്തരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അത്തരം കേസുകളാണ് ഉള്ളത്. അല്ലാതെ അതിഗൗരവമായ കേസുകളല്ല. എന്നാൽ പോലും ഒരു സ്ഥിരം പ്രശ്നകാരിയായിരുന്നു ഈ ബാബു എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അടിപിടി, അനാവശ്യമായ ആൾക്കാരോട് തർക്കിക്കുക, അത്തരം പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആ ഒരു സമീപനത്തിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്ന് വീട്ടിൽ വെച്ചും രാത്രി 9 മണിയോടെയാണ് ഇയാൾ ഇവിടേക്ക് എത്തുന്നത്. തൊട്ടു പിന്നാലെ തന്നെ അതിക്രൂരമായി മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇതിന്റെ മേൽ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുന്നുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം മാറ്റിയിട്ടുണ്ട്. ഇനിയും തുടർ നടപടികൾ അടക്കം നടത്തേണ്ടതുണ്ട്. എന്തു തന്നെ ആയാലും ബാബുവിനെ വളരെ അവിചാരിതമായിട്ടാണ് എങ്കിൽ പോലും ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട ബാബുവിനെ നിമിഷങ്ങൾക്കകം തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചു എന്നതും ആശ്വാസകരമാണ് ദേവിക. ശരി സുധീഷ്.